എനിക്ക് വളരെ ഇഷ്ടമായേ. അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതിയേ. അപ്പോൾ പേർളി മണിയുടെ പ്രോൺസ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമുള്ള വിഭവം ഫോണിൽ കണ്ടാൽ അത് വീണ്ടും വീണ്ടും കാണാൻ നമ്മൾ നോക്കില്ലേ, അതുപോലെ ഒരിഷ്ടമായ ഐറ്റമാണ്. ഇന്ന് രാവിലെ ഫോൺ നോക്കിയപ്പോൾ കണ്ടപ്പോൾ അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിയേ. അതിനുവേണ്ടി നല്ല ഫ്രഷ് 1/4 കിലോ കൊഞ്ചം പോയി വാങ്ങിച്ചേ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൊഞ്ചാണ് കിട്ടിയത്. നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പറയുക? ചെമ്മീൻ എന്ന് പറയുന്നതുണ്ടാവും, കൊഞ്ച് എന്ന് പറയുന്നതുണ്ടാവും. നമ്മളെ നാട്ടിലൊക്കെ ഇതിന് രണ്ടും പേരും പറയേ. ചെമ്മീൻ കട്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവേ, അതൊക്കെ നല്ലോണം കട്ടാക്കി എടുക്കണേ. ഇല്ലേ വയറ്റിനൊക്കെ നല്ല പ്രശ്നം വരുവേ. അതിനു വേണ്ടി നല്ല അത്യാവശ്യം വണ്ണമുള്ള ചെമ്മീനാണ് കിട്ടിയത്. ചെമ്മീൻ നല്ലോണം കട്ടാക്കിയതിന് ശേഷം 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കണേ. ഇല്ലേ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ മാറി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വയറ്റിന് വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2-3 വട്ടം കഴുകുകയെ ചെമ്മീൻ. ചെമ്മീൻ നല്ലോണം കഴുകിയതിന് ശേഷം അതിലേക്ക് വേണ്ട മസാലപ്പൊടി ഐറ്റംസൊക്കെ നമുക്കിടാവേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഉപ്പ്, മുളക്, കുരുമുളക് ചേർക്കുന്നവർ ഓപ്ഷൻസിലാണേ. അതുപോലെ മഞ്ഞൾപ്പൊടി, എല്ലാ മസാലയും അതിലേക്കിട്ട് നല്ലോണം ഒരു 10-15 മിനിറ്റ് നല്ലോണം അതൊന്ന് സെറ്റായി വരണേ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എത്ര മസാല പിടിക്കുന്നത് അത്രയും നമുക്ക് അത് പൊരിക്കുമ്പോൾ അതിൻ്റെ മസാലേൻ്റെ ടേസ്റ്റൊക്കെ വരുവേ. അത് നല്ലോണം പൊടികളൊക്കെ ഇട്ട് മിക്സാക്കി വെക്കുവേ. മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കണേ. എന്നാലാണ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടൂ. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി അത് നല്ലോണം മിക്സിയിലല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ വെച്ച് തല്ലി വിട്ടാൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലരൊക്കെ അതിലേക്ക് കട്ടാക്കിയിടും. എന്നാലും ടേസ്റ്റ് ഇങ്ങനെ ഇഞ്ചി കുത്തിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതിന് നമുക്ക് പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചിലരൊക്കെ വലിയുള്ളി എടുക്കുവേ, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളിയിലാക്കുവാണേ. ഒരു 10-15 അല്ലി ചെറിയുള്ളി എടുക്കുക. നല്ലോണം അത് കട്ടാക്കിയെടുക്കുക. ചെമ്മീൻ ഇടാതെയും വെക്കുക. സാധാ നോർമൽ തക്കാളിയിലൊക്കെ റോസ്റ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെയും വെക്കേ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയുള്ളി തന്നെ ഉണ്ടാക്കണേ. കൊച്ചുള്ളി എന്നും പറയേ. ഒരു 10-15 അല്ലി ചെറിയുള്ളി നല്ലോണം പീസാക്കി എടുക്കുക. വലിയുള്ളി ആണെങ്കിൽ 1-2 ആവശ്യം വരുള്ളൂ. ചെറിയുള്ളി ആകുമ്പോൾ കുറേ എടുത്താലല്ലേ കാണാനുണ്ടാവൂ, അല്ലാതെ കുറച്ചല്ലേ ഉണ്ടാവും. എന്നാലേ നല്ലോണം മസാല ഗ്രേവിയൊക്കെ കിട്ടൂ. ഒരു തക്കാളിയാണേ. തക്കാളി അധികമായിപ്പോയാൽ പുളിപ്പ് ഓവറായ ടേസ്റ്റ് കുറയേ. അതുകൊണ്ട് തക്കാളി ഒരെണ്ണം അത്യാവശ്യം വലുപ്പമുള്ളതാണ് എടുക്കേണ്ടത്. അത്യാവശ്യം മൊത്ത ഒരു പഴുപ്പും വേണേ. ഒരു പച്ചമുളകാണേ. കാരണം മറ്റേ മസാലയൊക്കെ അതിൽ കൂടുതലിട്ടിനെ. അപ്പോൾ എരിവ് കൂടിയാൽ കഴിക്കാനും അത്ര ടേസ്റ്റ് പോരില്ല. ഒത്ത എരിവായാലല്ലേ ടേസ്റ്റും ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അധികം എരിവായാൽ അവർക്കൊന്നും ഇഷ്ടമാവില്ലല്ലോ. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചെമ്മീൻ റോസ്റ്റ് പൊരിക്കാനിടാവേ. ചെമ്മീൻ നല്ലോണം ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം പൊരിച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ പൊരിക്കേ. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് മൊജീറ്റോ ഉണ്ടാക്കി തന്നതാണ് ഇത്. നല്ല ചൂടല്ലേ. നിങ്ങളെ ഏരിയയിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ? ചൂടാണോ തണുപ്പാണോ? ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മൊജീറ്റോ ഒക്കെ കുടിച്ചു. അപ്പോഴേക്കും നമ്മളെ ചെമ്മീൻ വറന്ന് വന്നേ. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയുള്ളി 10-15 പീസ് ചെറിയ പീസാക്കി ഇട്ടതാണേ. ചെറിയുള്ളി നല്ലോണം ഇട്ടതിന് ശേഷം നല്ലോണം വാടണം, ഇല്ലെങ്കിൽ ഒരു പച്ച കുത്തു ചോയ്ക്കേ. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നല്ലോണം അതിലേക്ക് വഴറ്റുവാനിടുവേ. എന്നിട്ട് തക്കാളി നല്ലോണം വാടണേ. ഇല്ലെങ്കിൽ എന്തോ ഒരു
ഒരു തക്കാളീൻ്റെ ഒരു ടേസ്റ്റ് മാറുവേ. നല്ലോണം വാടിയതിന് ശേഷം എല്ലാ മസാലയും അതിലേക്ക് ഇടാവേ. ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതിയേ, കാരണം ചെമ്മീൻ റോസ്റ്റ് പൊരിക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഓവറായി പോവേ, അതുകൊണ്ടാണേ. പിന്നെ അത്യാവശ്യം കുറച്ച് വെള്ളം അതിലൊഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം മസാലയൊക്കെ നല്ലോണം മിക്സ് ആക്കുക. ഗ്രേവിയോടെ വേണേ, എന്നാലാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. നല്ലൊരു വാഴയിലയിൽ കുറച്ച് ചോറെടുത്തേ. കുറച്ച് ചോറിൻ്റെ കൂടെ കുറച്ച് ഉപ്പേരി, കറി, പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും അച്ചാറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നേ. മലബാറുകാരുടെ ഏറ്റവും സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ചെമ്മീൻ. ചെമ്മീൻ ഉണ്ടെങ്കിൽ ഊണ് കുശാലെന്ന് പറയാം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഈ പേളി മണിയുടെ ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.